തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് LDF തോറ്റു എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നിരന്തരമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ട്രോളുകളായും അക്കാര്യം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, LDF എന്തുകൊണ്ട് തോറ്റു എന്നതിനേക്കാളേറെ ചർച്ച ചെയ്യേണ്ട ചിലത് UDF എങ്ങനെ വിജയിച്ചു എന്നതിലുണ്ട് എന്ന് വിചാരിക്കുകയാണ്. UDFന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിനെ നമുക്കറിയാം, അതൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയൊന്നുമല്ല. കെ സുധാകരൻ KPCC അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന സമയത്ത് പാർട്ടിയെ കേഡർ സ്വഭാവത്തിലേക്ക് അല്ല, സെമി കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് സാക്ഷാത്കരിക്കാൻ കഴിയാതെയാണ് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അദ്ദേഹം ഇനിയും തുടർന്നിരുന്നെങ്കിൽ പോലും അത് സാധ്യമാകുമായിരുന്നില്ല. കാരണം കോൺഗ്രസിന്റെ ഘടന അങ്ങനെയാണ്. നേതാക്കൾ ആ തരത്തിലാണ് കോൺഗ്രസിനെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ കേഡർ സ്വഭാവമൊന്നുമില്ലാത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണി എങ്ങനെയാണ് ഇത്ര വലിയ വിജയം നേടിയത്? UDFന്റെ നേതാക്കൾ പോലും ഈ തരത്തിലൊരു മെഗാ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും വലിയ മേൽക്കൈ ഉണ്ടാകാറുള്ളത് CPMനും LDFനുമാണ്. അതിൻ്റെ കാരണം അവരുടെ സംഘടനാ സംവിധാനമാണ്. നോക്കൂ, CPM സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് മിക്കയിടങ്ങളിലും വളരെ അപൂർവമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എങ്കിൽ പോലും അവർ തികച്ചും രാഷ്ട്രീയമായ പരിഗണനയാണ് നൽകാറുള്ളത്. വളരെ പോപ്പുലറായ ഒരാളെ നിർത്തുക, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളെ നിർത്തുക എന്നതൊന്നുമല്ല CPM സ്വീകരിക്കുന്ന ലൈൻ. അവർ അവരുടെ ഒരു പാർട്ടി പ്രവർത്തകനെ മുന്നോട്ട് വെക്കുന്നു. ആ പാർട്ടി പ്രവർത്തകനെ ആവശ്യമായ പ്രവർത്തനങ്ങൾ പാർട്ടി സംവിധാനങ്ങളെയും ഘടകങ്ങളെയും ഉപയോഗിച്ച് നടത്തുന്നു. പാർട്ടി മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് പൊതു സ്വീകാര്യതയുള്ള ആളുകളോട് പോലും മത്സരിച്ച് ഒരുപക്ഷെ അത്രയൊന്നും പ്രവർത്തന പരിചയമില്ലാത്ത ആളുകൾ LDFന്റെയും CPMന്റെയും ഭാഗമായ ആളുകൾ ജയിച്ചു കയറുന്നത്. അത് അവരുടെ പാർട്ടി സംവിധാനത്തിന്റെ മികവും മിടുക്കുമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള മികവോ മിടുക്കോ അവകാശപ്പെടാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ സ്വഭാവം തന്നെയും അതൊരു ആൾക്കൂട്ടമാണ് എന്നതാണ്. പാർട്ടിയുടെ ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെയും എന്റെയും നാട്ടിലുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ ആലോചിക്കൂ. ആ ആലോചനയിൽ തെളിഞ്ഞു വരുന്ന ചിത്രം എന്താണ്? അവിടെ ഒരു ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് എന്നാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിനെ ചുറ്റിപ്പറ്റി കുറെ ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേക വിഷയങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ എന്ന രീതിയിലാണോ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ രീതി. കോൺഗ്രസിലെ നേതാക്കൾ തന്നെയും പാർട്ടിയെ ശക്തിപ്പെടുത്താനല്ല ശ്രമിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ അവരുടെ ഇടം വികസിപ്പിക്കാനും അവരുടെ പദവികൾ സംരക്ഷിക്കാനും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിനുവേണ്ടി തൻ്റെ ചുറ്റിലും കുറേ ആളുകളെ നിർത്തുകയാണ് ചെയ്യുന്നത്. ആ ആളുകളെയാണ് നമ്മൾ പലപ്പോഴും കോൺഗ്രസ്സുകാർ എന്ന് വിളിക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് പാർട്ടി ഘടകങ്ങളെ ശാക്തീകരിക്കുക എന്നത് ഏതെങ്കിലും നേതാവിൻ്റെ ലക്ഷ്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാവാം. കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ ആ തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്, പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്തുന്നതിന്, കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്നതിന് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ അടിത്തട്ടിൽ അതിന് വേരുകളുണ്ട് എന്നതുകൊണ്ട് അത് നശിച്ചു പോകാതെയും ചീഞ്ഞു പോകാതെയും അങ്ങനെ തന്നെ ബാക്കിയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേഡർ സ്വഭാവമില്ലാത്ത, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനാ മെഷീനറി ഇല്ലാത്ത ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന UDF എങ്ങനെയാണ് ഇത്ര വലിയ വിജയം നേടിയിട്ടുള്ളത്? അതിൻ്റെ ഒരു ഉത്തരം ശക്തമായ ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ആ ഭരണവിരുദ്ധ വികാരത്തെ പോലും അല്ല UDF ഉപയോഗപ്പെടുത്തിയത്. UDFന്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം തന്നെയും ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പായിരുന്നു, സ്വർണ്ണക്കൊള്ളയായിരുന്നു.
അല്ലാതെ വികസനത്തെ അവർ വലിയ ചർച്ചയാക്കിയിട്ടില്ല. പ്രാദേശികമായ അസന്തുലിതത്വങ്ങളെ അവർ ചർച്ചയാക്കിയിട്ടില്ല. ഈ തരത്തിലുള്ള ഒരു ചർച്ചയും അവർ ഉയർത്തിക്കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഏറെക്കുറെയും അവർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് തിരിച്ചറിയാൻ കോൺഗ്രസുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. എങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ അതുണ്ടായിരുന്നു. അടിത്തട്ടിൽ ഈ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് UDF ഇത്ര വലിയ മുന്നേറ്റം സാധ്യമായത്. ഇനി UDF വിജയത്തിൽ എടുത്തു പറയേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനു മുമ്പ് LDF കുറിച്ച് പറയാം. LDF നേതൃത്വം നൽകുന്നത് CPIM ആണ്. LDF രണ്ടാം കക്ഷി CPI ആണ്. CPM സംസ്ഥാനത്തുടനീളം ശക്തമായ സംഘടനാ സംവിധാനങ്ങളുണ്ട്, വേരുകളുണ്ട്, അവർക്ക് പ്രവർത്തിക്കാനുള്ള ആളുകളുണ്ട്, മുന്നിൽ നിന്ന് നയിക്കാനുള്ള നേതാക്കളുണ്ട്, അവർക്ക് ഘടകങ്ങളുണ്ട്. ഇങ്ങനെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് CPM നടത്തുന്നത്. അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും സ്വാധീനമുള്ള പാർട്ടിയാണ് CPI. വലിയ സ്വാധീനമുണ്ട് എന്നൊന്നും CPIക്കാർ പോലും അവകാശപ്പെടുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും അവർക്കിടയിൽ സ്വീകാര്യരായ കുറെ മുഖങ്ങളുണ്ട്, നേതാക്കളുണ്ട്, അവർക്ക് പദ്ധതികളുണ്ട്. CPM തന്നെ ചില രാഷ്ട്രീയ നീക്കങ്ങളെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. PMC പോലുള്ള വിഷയങ്ങളിൽ അവർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. തൃശ്ശൂരിൽ പൂരം കളിക്കിയതും സുരേഷ് ഗോപി ജയിക്കാനിടയായതുമായ സാഹചര്യങ്ങളെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ സമീപിക്കുകയും അത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത നേതാക്കളുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. CPIയും സാമാന്യം തരക്കേടില്ലാത്ത സ്വീകാര്യതയുള്ള പാർട്ടിയാണ്. ഇനി ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയെ നമുക്ക് പറയാൻ കഴിയുന്നത് കേരള കോൺഗ്രസിനെയാണ്. കേരള കോൺഗ്രസ് മധ്യ കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള, നന്നായി പ്രവർത്തകരുള്ള, നേതാക്കളുള്ള, അടിത്തട്ടിൽ വേരുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അവർക്കിടയിൽ വലിയ തോതിൽ പല ഘട്ടങ്ങളിലായി പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അന്തഛിദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും KM മാണിയുടെ രാഷ്ട്രീയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ധാര ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ജോസ് കെ മാണിയാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 പാർട്ടികളെ നമുക്ക് LDF ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇനി ഒറ്റപ്പെട്ട വേറെയും പാർട്ടികളുണ്ട്. INL പോലെ പേരിന് മാത്രമുള്ള പാർട്ടികളും LDF അതേപോലെ പ്രാദേശിക സ്വഭാവമുള്ള പാർട്ടികളൊക്കെയും LDF അതിനൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പുറത്ത് നോക്കൂ, UDF കോൺഗ്രസിന്റെ രീതി എന്താണ് എന്ന്, കോൺഗ്രസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടിയായി ഉള്ളത് മുസ്ലിം ലീഗാണ്. മൂന്നാമത്തെ ഒരു പാർട്ടിയെ എണ്ണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? RSP ഉണ്ട്. RSPക്ക് കൊല്ലം ജില്ലയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും വലിയ സ്വാധീനമുണ്ട് എന്ന് എൻ്റെ രാഷ്ട്രീയമായ ബോധ്യത്തിലില്ല. എവിടെയെങ്കിലും ഘടകങ്ങളുണ്ടാവാം. അതിനപ്പുറത്തേക്ക് UDF വലിയൊരു സഖ്യകക്ഷിയാണ് RSP എന്ന് RSPക്കാർ പോലും അവകാശപ്പെടില്ല. ഇങ്ങനെ വളരെ ചെറിയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ചെറിയ സ്വാധീനമുള്ള പാർട്ടികളാണ് പിന്നീടുള്ളതെല്ലാം. UDF ഘടകകക്ഷികളെ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. UDF രണ്ടാമത്തെ ഘടകകക്ഷി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് തന്നെയാണ്. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF ഇപ്പോഴത്തെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ ആർക്കും സന്ദേഹമോ സംശയമോ ഉണ്ടാകാനിടയില്ല. മുസ്ലിം ലീഗ് കേഡർ പാർട്ടിയാണ് എന്നൊന്നും അങ്ങനെ അവകാശപ്പെട്ട് രംഗത്ത് വരാറില്ല. പക്ഷെ അവർക്കിടയിൽ കേഡർ സ്വഭാവം നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ഘടകങ്ങളെ നേതൃത്വം ഉദ്ദേശിച്ച വഴിയിൽ നടത്താൻ കഴിയുന്ന ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ദുർബലമായി കിടക്കുന്നിടത്ത് തന്നെയും രാഷ്ട്രീയമായും സംഘടനാപരമായും ഇടപെട്ടുകൊണ്ട് മുന്നണി സംവിധാനത്തെ അതിനെ ബലപ്പെടുത്താനുള്ള ശക്തി മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തിയെക്കുറിച്ച് ഏറ്റവും നന്നായി ബോധ്യമുണ്ടാകുന്ന രണ്ടാളുകൾ രാജ്മോഹൻ ഉണ്ണിത്താനും ഷാഫി പറമ്പിലുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മലബാറിന് പുറത്തും മുസ്ലിം ലീഗിന് സാമാന്യം തരക്കേടില്ലാത്ത സ്വാധീനമുണ്ട്. പത്തനംതിട്ടയിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിതിൻ കിഷോറിന്റെ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. ഈ രീതിയിൽ മുസ്ലിം ലീഗ് വളരെ ശക്തമായൊരു സംഘടനാ സംവിധാനമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള മിന്നുന്ന വിജയം നേടാൻ UDF സാധിച്ചത്. മലപ്പുറത്തെ മാത്രം പരിശോധിച്ചാൽ മതി. മലപ്പുറത്തിനെതിരെ എന്തെല്ലാം വെറുപ്പാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. മലപ്പുറത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകൾ മനസ്സിലാക്കി വെക്കുന്നത് അതൊരു മുസ്ലിം കേന്ദ്രമാണ്,
ഒരു മുസ്ലിം ജില്ലയാണ് എന്നാണ്. അവിടെ എല്ലാ മതക്കാരുമുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഇനി മതവിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ഇത്ര ആളുകളെല്ലാം ചേർന്നതാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. ജനസംഖ്യാനുപാതികമായി നോക്കുന്ന സമയത്ത് കുറച്ച് മേൽക്കൈ മുസ്ലിങ്ങൾക്കുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ മറ്റു സമുദായങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ, സെൻസസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യമാവുകയും ചെയ്യും. എല്ലാ മതവിഭാഗങ്ങളും സുരക്ഷിത ബോധത്തോടു കൂടി ജീവിക്കുന്ന നാടാണ് മലപ്പുറം ജില്ല. പക്ഷെ ആ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ കുറെ കാലങ്ങളായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ മുസ്ലിങ്ങളല്ലാത്ത മറ്റാർക്കും ജീവിക്കാൻ കഴിയില്ല, മറ്റു സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഈ തരത്തിലുള്ള പ്രചാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കൂ, ഈ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിലുള്ള മെഗാ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. UDF എന്ന് പറയുന്ന സമയത്ത് മുസ്ലിം ലീഗിനാണ് മലപ്പുറം ജില്ലയിൽ മേൽക്കൈ എന്ന് വരുമ്പോഴും പല പ്രദേശങ്ങളിലും മത്സരിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. അവിടെ കോൺഗ്രസിന് ഘടകമുണ്ട്. ആര്യൻ മുഹമ്മദൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് വന്ന കോൺഗ്രസ് പ്രസ്ഥാനം അവിടെയുണ്ട്. അതിൻ്റെ ഇങ്ങേ തലക്കൽ ധാരാളം നേതാക്കളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. KP നൗഷാദ് അലിയെ പോലെ മലപ്പുറത്ത് നിന്നുള്ള വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. കോൺഗ്രസിന് അർഹിക്കുന്ന സീറ്റ് മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. മുന്നണിയിൽ അസ്വാരസ്യങ്ങളില്ലാതെ തന്നെ അത്തരം സീറ്റ് വിഭജനമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ പോലും ഏറ്റവും സ്തുത്യർഹമായ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് UDFനെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് മുസ്ലിം ലീഗാണ് എന്നതൊരു വസ്തുതയാണ്. മുസ്ലിം ലീഗിന്റെ സംഘടനാ ശേഷിയെയോ അവരുടെ രാഷ്ട്രീയ ശക്തിയെയോ കുറച്ചു കാണാൻ കഴിയില്ല എന്ന് അവർ അറക്കിട്ടുറപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മുസ്ലിം ലീഗ് സമീപകാലത്ത് സ്വീകരിച്ചു വരുന്ന വളരെ തന്ത്രപരമായ അതേസമയത്ത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചില നടപടികളും നിലപാടുകളുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ മുസ്ലിം സംഘടനകളോടൊക്കെ ഒരു അകൽച്ച ഇല്ലാതിരിക്കാൻ, പൂർണ്ണമായി അടുപ്പമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അകൽച്ച കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ബഹുമാന്യരായ സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം അത്തരം ശ്രമങ്ങൾ ശക്തിപ്പെടുകയും സമുദായത്തിനകത്ത് വിവിധ വിഭാഗങ്ങളുമായിട്ട് ഞങ്ങൾ ശത്രുതയിലല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളെങ്കിലും മുസ്ലിം ലീഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം കൂടിയാണ് മുസ്ലിം ലീഗിനും UDFനും ഒക്കെ ഉണ്ടായ മെഗാ വിജയം എന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞുകൊണ്ട് വരുന്നത്, മുസ്ലിം ലീഗിന്റെ സംഘടനാ ശേഷി UDFനെ ഏറ്റവും പ്രബലമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി UDFന്റെ വിജയത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം എന്താണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും അടിത്തട്ട് മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്നതിൽ ആ പാർട്ടിയുടെയും അഥവാ കോൺഗ്രസിന്റെ ഉൾപ്പെടെ നേതാക്കൾ പുലർത്തി വരുന്ന അങ്ങേയറ്റം അവധാനതയുള്ള പ്രശംസിക്കപ്പെടേണ്ട നിലപാടാണ്. കോൺഗ്രസ്സുകാരായ ആളുകളുടെ ഒരു പൊതു സ്വഭാവം ഞാൻ പറയാം. എല്ലാ പാർട്ടികളിലും ഒരുപക്ഷെ മുരട സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും കോൺഗ്രസ്സുകാർ ആ പാർട്ടിക്കകത്ത് പുലർത്തുന്ന ഒരു ജനാധിപത്യം പാർട്ടിക്ക് പുറത്തും പുലർത്താറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഥവാ ജനങ്ങളുമായുള്ള ഇടപഴക്കങ്ങളിൽ സൈദ്ധാന്തിക ഭാരങ്ങളൊന്നുമില്ലാതെ അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെ കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾക്ക് സാധിക്കാറുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിനെ എടുത്ത് പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ജനസ്വീകാര്യത, സംഘടനാ ശേഷിയിൽ അവർ പിന്നിലായിരിക്കുമ്പോഴും ജനസ്വീകാര്യതയിൽ മുന്നിൽ നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കോൺഗ്രസിനെ പ്രശംസിക്കാൻ, കോൺഗ്രസിനെ പൊക്കിയടിക്കാൻ വേണ്ടി പറയുന്നതല്ല. മറ്റു പാർട്ടികൾക്ക് പകർത്താവുന്ന ഒരു രീതി എന്ന നിലക്കാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. ജനങ്ങളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാൾക്ക് സ്വാഭാവികമായി ജനങ്ങളുടെ വോട്ട് കിട്ടും. ചിലപ്പോൾ രാഷ്ട്രീയ വോട്ട് മാത്രമാകില്ല, അതല്ലാത്ത വോട്ടുകൾ കൂടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള വോട്ടുകൾ കൂടി ധാരാളമായി UDFന് വന്നു ചേർന്നിട്ടുണ്ട്. അഥവാ അവർ സ്വാഭാവികമായി ജനങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്ക് ജനങ്ങളുമായി ഇടപഴകാൻ കഴിയുന്നു എന്നത് അവർക്ക് വോട്ടായി മാറിയിട്ടുണ്ട്. ഇനി UDFന്റെ വിജയത്തിലെ നാലാമത്തെ ഘടകമായി ഞാൻ പറയുന്നത് UDFന്റെ ഉന്നത നേതൃത്വത്തിന്റെ അഥവാ കോൺഗ്രസിന്റെ തന്നെ ഉന്നത നേതൃത്വത്തിന്റെ ശുഭാപ്തിയാണ്. രണ്ട് പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ പേര് VD സതീശനാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ വിശാരദനും നല്ലൊരു തിരഞ്ഞെടുപ്പ് വിദഗ്ധനും കൂടിയാണ്.
അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് മാധ്യമങ്ങളോട്, അഥവാ ഫലം വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേടാൻ പോകുന്ന അല്ലെങ്കിൽ UDF ഉണ്ടാക്കാൻ പോകുന്ന വലിയ മുന്നേറ്റത്തെക്കുറിച്ച്. അദ്ദേഹത്തിന്റെ പ്രവചനമാണ് ഏറെക്കുറെയും ശരിയായി വന്നത്. ആ പ്രവചനം കോൺഗ്രസിലെ തന്നെ മറ്റാളുകൾക്ക് അത്ര വിശ്വാസമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്ന വിധത്തിലുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇപ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല. നിലമ്പൂരിൽ അൻവറുമായി ഇടഞ്ഞ് അല്ലെങ്കിൽ അൻവർ ഇടഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെ മുഴുവൻ മറികടക്കുന്ന കണക്കുകൂട്ടലാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞു 10,000-ന് മുകളിൽ വോട്ട് നേടി ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ കാൻഡിഡേറ്റ് വിജയിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്ര ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം അത് പറയാനിടയായ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം മണ്ഡലത്തെ നന്നായി മനസ്സിലാക്കുകയും വോട്ടർമാരുടെ മനസ്സ് എവിടെയാണ് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്തു എന്നതാണ്. ആ രാഷ്ട്രീയമായ ദീർഘവീക്ഷണം, ആ ദൂരക്കാഴ്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വാനോളമായിരുന്നു. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി UDF അധികാരത്തിലേറിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയാവുന്ന ഇച്ഛാശക്തി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃമികവ് എടുത്തു പറയാതെ നിർവാഹമില്ല. ഇനി ചേർത്ത് പറയേണ്ട ഒരു പേര് K മുരളീധരൻ്റെതാണ് എന്ന് വിചാരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ചാണ് K മുരളീധരൻ ഇത്തവണ പ്രചാരണത്തിനിറങ്ങിയത്. പാർട്ടി അദ്ദേഹത്തെ അവിടെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ ചുമതലപ്പെടുത്തിയ കാര്യം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. പറ്റേ ക്ഷീണിതമായ അവസ്ഥയിൽ നിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി വീടാന്തരം കയറി എല്ലാ വാർഡുകളിലും പോയി വലിയ അത്യധ്വാനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. രമേശ് ചെന്നിത്തല കോഴിക്കോട്ടുണ്ടായിരുന്നു. കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് അദ്ദേഹം നന്നായി പ്രവർത്തനങ്ങൾ നടത്തി. തിരുവനന്തപുരം വിട്ടുപോകാതെ തന്നെയാണ് K മുരളീധരൻ പ്രവർത്തിച്ചത്. എങ്കിൽ പോലും രമേശ് ചെന്നിത്തല കോഴിക്കോട് വരികയും ഇടയ്ക്കിടെ സന്ദർശിക്കുകയും അവിടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തു. അതിന്റെ ഫലം കോഴിക്കോട്ടും ഉണ്ടായിട്ടുണ്ട്. വലിയ റിസൾട്ട് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും കോഴിക്കോട്ടും അതിന്റെ ഒരു മികവ് പ്രകടമായിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകൾ ഒന്നു ചേർന്നാണ് UDFന്റെ ഒരു മെഗാ വിജയമായി മാറിയിട്ടുള്ളത്. ഇനി ഇതിനൊക്കെ മുകളിൽ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ജനങ്ങളുടെ വർഗീയതാ വിരുദ്ധമായ നിലപാടാണ്. UDF അത് വോട്ടാക്കി മാറ്റി എന്ന് പോലുമല്ല പറയുന്നത്. UDFന് സ്വാഭാവികമായ വോട്ടായി അത് മാറി എന്നാണ്. ജനങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്യില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളിൽ പ്രതിഷേധമുള്ള ആളുകൾ എന്ന് CPMകാരായ ചില ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഇന്ന് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ആകെയും അത്തരം പ്രസ്താവനകളോട് എതിർപ്പുള്ള ആളുകളാണ്. കാരണം മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു ഹൈന്ദവ സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി പറയുന്നത് നട്ടാൽ മുളയ്ക്കാത്ത നുണയാണ് എന്ന് അവർക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. എത്രയോ ക്രൈസ്തവ ചർച്ചുകൾ അവിടെയുണ്ട്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തിലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ, ധാരാളം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു പ്രതിസന്ധിയില്ല. അവിടെ ജീവിക്കുന്ന ഒരു ഹിന്ദുവിനും ഒരു ക്രൈസ്തവനും ഒരു പ്രശ്നവുമില്ല. ആകെ പ്രശ്നമുള്ളത് വെള്ളാപ്പള്ളിയുടെ നാവിനാണ്. ആ പറയുന്നത് നുണയാണ് എന്നും പച്ച വർഗീയതയാണ് എന്നും ആ വർഗീയതയെ സംരക്ഷിക്കുന്നവർക്ക് വോട്ട് കൊടുക്കരുത് എന്നും ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജനത്തിന്റെ തിരിച്ചറിവാണത്. അത് വർഗീയതയ്ക്കെതിരെ ജനം എടുത്ത നിലപാടാണ്. കേരളത്തിലുടനീളം അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വർഗീയതയോട് സന്ധി ചെയ്യില്ല എന്ന ഉച്ചത്തിലുള്ള പ്രഖ്യാപനം കൂടി മുഴങ്ങിക്കേട്ട തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൂടി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഇരു മുന്നണികൾക്കും സാധിക്കട്ടെ. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പ്രയത്നങ്ങൾ ആവശ്യമുണ്ട്. തിരുവനന്തപുരത്ത് BJPക്ക് ഒരു കോർപ്പറേഷൻ മേയർ വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ അപായമുള്ള ഒരു സൂചനയായി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. ഈ തിരുവനന്തപുരം പോലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിക്കകത്ത് കോർപ്പറേഷൻ മേയറായി BJP ആയ ഒരാൾ വരുന്ന സമയത്ത് അത് വരുംകാല രാഷ്ട്രീയത്തെ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അവധാനതയോടുകൂടിയുള്ള വിലയിരുത്തലുകളും
ചുവടുവെപ്പുകളും നടത്തി BJP രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളായിരിക്കുന്ന ഇരു മുന്നണികളിലെയും പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. അവരത് നിർവഹിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അവർ അത് നിർവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുകയാണ്.